ഹായ് എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷം? കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ചെയ്യാതെ. ഇന്ന് കീമോ കഴിഞ്ഞിട്ട് ഏകദേശം 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട്, 10ാമത്തെ ദിവസമായി. കീമോ കഴിഞ്ഞതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ടുള്ള കുറേ ക്ഷീണവും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി. പക്ഷെ വോമിറ്റിങ്ങോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ക്ഷീണമുണ്ട്, നല്ല ക്ഷീണമുണ്ട്. കൗണ്ട് താഴേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ 133 ഉണ്ടായിരുന്നത് താഴേക്ക് കൗണ്ട് കുറയുന്നുണ്ട്, പ്ലേറ്റ്ലെറ്റ്സിൻ്റെ അളവ്. അപ്പോൾ കീമോ ചെയ്യുന്നത് തന്നെ കൗണ്ട് കുറഞ്ഞു വരും. എന്തായാലും ഒരു 14-12 വരെ വരും എന്നുള്ളതിൽ ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ട്. അപ്പോൾ ഇന്നലെയൊക്കെ നല്ല ക്ഷീണമായിരുന്നു. അതിനൊരു ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ടാണ് ക്ഷീണമൊന്നും മാറ്റി. അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാത്തത്. കാഴ്ചയ്ക്ക് ചെറിയൊരു മങ്ങലിങ്ങനെ തോന്നുന്നുണ്ട്, ചെവി അടഞ്ഞ പോലെ ഒക്കെയുള്ളൊരു ഫീലിങ്. വേറെ ഒരു പെയിൻ എന്തായാലും ശരീരത്തിൽ എവിടെയും പെയിനൊന്നുമില്ല. പ്രധാനമായിട്ടും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ AML രോഗികൾക്ക് വരുന്നൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമാണ്. ആദ്യത്തെ കീമോ കഴിഞ്ഞ ആ ഒരു മാസം മുഴുവനും ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. ഞാൻ ഇടയ്ക്ക് വീട്ടിലേക്ക് പോവുമോ ആരെങ്കിലും കാണുമോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ആ ഒരു മാസത്തെ എക്സ്പീരിയൻസാണ് ഞാനിപ്പോൾ പറയാൻ വിചാരിക്കുന്നത്. ഒരു ഫെബ്രുവരി 18 കീമോ സ്റ്റാർട്ട് ചെയ്തത്. 7 ദിവസത്തെ കീമോ കണ്ടിന്യൂസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 21 ദിവസം ഹോസ്പിറ്റലിൽ തന്നെ ഇൻഡക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ട് നിന്നു. അത് എല്ലാ ക്യാൻസർ പേഷ്യൻസിനും അത് ഒരുപോലെ അല്ല. ഈ AML അസുഖം വരുന്ന, അതായത് അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ എന്ന് പറയുന്ന അസുഖമുള്ള ബ്ലഡ് ക്യാൻസർ ഉള്ള ആളുകൾക്ക് മാത്രമാണ് ആ ഇൻഡക്ഷൻ പീരീഡൊക്കെ ഇത്രയും ദിവസം നിൽക്കേണ്ടി വരുന്നുള്ളൂ. അതല്ലാതെ 1-2 കാറ്റഗറി വേറെ ഏതോ ഉണ്ട് തോന്നുന്നു, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അവരെന്തായാലും ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കണം. അവരെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല, വീട്ടിലേക്ക് വിടില്ല. വീട്ടിലേക്ക് വിടുന്നത് ഈ കീമോ കഴിഞ്ഞിട്ട് അപ്പോൾ എന്നാണ് ഇപ്പോൾ ചോദ്യം. അപ്പോൾ ഈ കീമോ കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 ദിവസമായി. എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൻറ്റിബയോട്ടിക്കുകൾ അല്ലെങ്കിൽ ബ്ലഡ്, പ്ലേറ്റ്ലെറ്റ്സ്, ഇത്രയും സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തോ മൊത്തം ഇമ്മ്യൂണിറ്റിയും ഫുള്ളായിട്ട് നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 20 പാക്ക് ബ്ലഡ് ഏകദേശം കയറ്റിയിട്ടുണ്ടായിരുന്നു. ആ 20 ദിവസം ഇവിടെ നിന്നപ്പോൾ അത്രയും ബ്ലഡ് കയറ്റിയിട്ടുണ്ടായിരുന്നു. പ്ലേറ്റ്ലെറ്റ്സും അത് കുറേ അത്രയും എമൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കീമോ കഴിഞ്ഞിട്ട് 3 ദിവസമായി. ആ 3 ദിവസത്തിനിടയ്ക്ക് ഒരു ബ്ലഡ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ HB ഉള്ളത് 7.3 ശരിക്കും ഒരു ബ്ലഡ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഡോക്ടർ നാളത്തേക്കാക്കാം, ഒരു ദിവസം കൂടെ നോക്കിയിട്ട് കൗണ്ട് ഒന്നും കൂടെ താഴ്ന്നതിന് ശേഷം ബ്ലഡും പ്ലേറ്റ്ലെറ്റ്സൊക്കെ കയറ്റാൻ തുടങ്ങുക എന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത്. വലിയ വേറെ ഇഷ്യൂസൊന്നും നമ്മൾ മെൻ്റലി നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ തന്നെ അസുഖങ്ങൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് അതിനെ ഓവർകം ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെൻ്റലി കുറച്ച് ഇപ്പോൾ ഒരു പൈസ ഇല്ലാത്തതിൻ്റെ ഇഷ്യൂസൊക്കെ സാധാരണക്കാരായ നമുക്ക് എന്തായാലും ഉണ്ട്. പൈസ ഇല്ലാതെ നമ്മൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നു എന്നൊക്കെ വരുമ്പോൾ ആ ഒരു ഇഷ്യൂസ് നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ നമ്മൾ അറിയാതെ തന്നെ, നമ്മൾ അങ്ങനെ അല്ല എന്ന് വിചാരിച്ചാലും അറിയാതെ തന്നെ നമ്മളെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഉറക്കമില്ലായ്മ നമ്മളെ ഭാഗമായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അത് നമ്മളെ ബോഡീനെ ടയേർഡാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം മെൻ്റലി ഹെൽത്തി ആയിട്ടിരിക്കുക. ഫിസിക്കലി ഫുഡ് നന്നായി, എനിക്ക് ഇഷ്ടമല്ല ഫുഡ് കഴിക്കാൻ. എനിക്ക് വിശപ്പ് എന്ന് പറയുന്നൊരു സംഗതി ഇല്ല. പക്ഷേ എത്ര ഇതാക്കിയാലും എനിക്ക് 2 മണിക്കൂർ ഇടവിട്ട് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊരു അസുഖം വന്നിട്ടുള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ മാക്സിമം അവരുടെ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും നന്നായിട്ട് ശ്രദ്ധിക്കുക.